മുസ്ലിം ആരാധനാലയങ്ങളുടെ അടയാളങ്ങളിൽ ഒന്നാണ്. എന്നാൽ കണ്ണൂരിലെ പെരളശ്ശേരി മൂന്നുപെരിയ പാർട്ടി ഗ്രാമത്തിലുള്ള പള്ളിയിൽ ഇന്നേ വരെ വാങ്കുവിളി നടന്നിട്ടില്ല. CPM നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണത്തിന്റെ കണ്ടക്ഷോഭങ്ങൾ കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഇവിടത്തെ വിശ്വാസികളെ പെരുന്നാളറിയിക്കുന്ന തക്ബീർ മുഴക്കാൻ പോലും CPM അനുവദിക്കില്ല. കവലയിലൊന്ന് കാൽകുത്താൻ പോലുമാവാതെ വാഹനത്തിൽ നിന്നെടുത്ത വിദൂര ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ബംഗാളിലും സ്ഥിതി വ്യത്യസ്തമല്ലെന്ന് നന്ദിഗ്രാമിലൂടെ നാം കണ്ടതാണ്. തഹാഹുൽ മസ്ജിദ് ഇടിച്ചു നിരത്തി CPM ചെങ്കൊടി നാട്ടിയ കാര്യമാണ് ഇമാം വിവരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് കണ്ണൂർ ജില്ലയിലെ ശിവപുരത്തെ ജുമാ മസ്ജിദിന്റെ പള്ളിക്കുളം. CPM ഭരിക്കുന്ന പഞ്ചായത്തിനെ കൂട്ടുപിടിച്ച് ഈ കുളത്തിൽ നിന്ന് വുളു എടുക്കുന്നത് തടഞ്ഞിരിക്കുന്നു. 40 വർഷക്കാലമായി വുളു എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ പള്ളിക്കുളം 10 വർഷമായി ചപ്പുചവറുകൾ നിക്ഷേപിക്കുന്ന കേന്ദ്രമായി മാറിയിരിക്കുന്നു. നീർത്തട സംരക്ഷണത്തിനിറങ്ങുന്ന ശാസ്ത്രസാഹിത്യ പരിഷത്തുകാർ പോലും ഇതേവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാർട്ടിയോട് കളിച്ചാൽ ഇങ്ങനെയാണ്. തളിപ്പറമ്പിലെ ബക്കളം പള്ളി. ഇത് അടിച്ചു തകർക്കാൻ 2003 CPM പയറ്റിയ കുടിലതന്ത്രം വർഗീയ വിദ്വേഷമുണ്ടാക്കാൻ ഉതകുന്നതായിരുന്നു. ഇന്നാട്ടിലെ മതവിശ്വാസികൾ ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും തകർക്കപ്പെട്ട ജനാലച്ചില്ലുകളുമായി പള്ളി ഇന്നും പൂട്ടിക്കിടക്കുകയാണ്. ഈ പള്ളിയിൽ ഇനി നമസ്കരിക്കാൻ പാടില്ലെന്ന താക്കീതിന്മേലാണ് CPMകാർ അന്ന് പിടിച്ചെടുത്ത മുസ്ഹാഫുകളും മുസല്ലകളും തിരിച്ചു നൽകിയത്. തലശ്ശേരിയിലെ പിണറായിയെ പാർട്ടി സെക്രട്ടറിയുടെ സ്വന്തം നാട്ടിൽ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ 2 കോടി രൂപ ചെലവ് വരുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭവന നിർമ്മാണ പദ്ധതി തടഞ്ഞതും CPMകാർ ഇതേ തന്ത്രം ഉപയോഗിച്ചാണ്. തലശ്ശേരിയിലെ എല്ലാ പാർട്ടിക്കാരും ഉൾപ്പെട്ട ബൈത്തുസക്കാത്ത് കമ്മിറ്റിയുടെ ഈ സ്ഥാപനത്തിന് 1999 ജസ്റ്റിസ് ഖാലിദ് ശിലാസ്ഥാപനം നടത്തിയെങ്കിലും മുസ്ലിം ഐഡന്റിറ്റിയിൽ പിണറായിയിൽ ഒരു സ്ഥാപനമുയരുന്നത് സഹിക്കാൻ കഴിയാത്തതിനാൽ സഖാക്കൾ അവരുടെ വിപ്ലവ വീര്യം ഈ പദ്ധതി തടയാനായി വിനിയോഗിച്ചു. ആ ശിലാഫലകം പിറ്റേന്ന് തന്നെ തകർത്തെറിഞ്ഞു. ക്ഷമാപണത്തോടെ ഞങ്ങൾ പറയട്ടെ, വിജയന്റെ പാർട്ടി ഗ്രാമത്തിലേക്ക് കടന്നു എന്ന ഞങ്ങൾ ജീവനിൽ കൊതിയുള്ളതിനാൽ കോടികൾ കൊണ്ട് പടുത്ത പിണറായി വിജയന്റെ വീട് ഉൾക്കൊള്ളുന്ന ഈ അത്ഭുത ഗ്രാമം ചിത്രീകരിക്കാൻ കഴിയാതെ മടങ്ങുകയായിരുന്നു. ദർഗകളിലേക്കും മതസ്ഥാപനങ്ങളിലേക്കും ഊഴമിട്ട് കടന്നു ചെല്ലുന്ന മാർക്സിസ്റ്റ് നേതാക്കളുടെ ഒത്താശയോടുകൂടിയാണ് വളർന്നു പന്തലിക്കുമായിരുന്ന ഈ ജീവകാരുണ്യ പദ്ധതിയുടെ നുള്ളനുള്ളിയത്. ഇത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്കു വേണ്ടി ജമാഅത്തെ ഇസ്ലാമി നിർമ്മിച്ച ഒരു നിസ്കാര ഹാളായിരുന്നു. കണ്ണൂർ ജില്ലയിൽ മൊറാഴയിലെ ധർമ്മശാല എന്ന സ്ഥലത്ത് CPMന്റെ അധർമ്മഭടന്മാർ ചെങ്കൊടിയേന്തി വന്ന് ഉപരോധിച്ചപ്പോൾ ഈ പള്ളി ഇങ്ങനെയായി. ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു സ്വാശ്രയ കോളേജ് നടത്തുകയാണ്. വിപ്ലവം ജയിക്കട്ടെ.